വകദാലിക ബലഗന, ഇതേപോലെ നമുക്ക് വിവരം കിട്ടി. എന്ത്? അന്ന ഇമാമന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഖാല ദാലിക, അങ്ങനെ സംഭവം പറഞ്ഞിട്ടുണ്ട്. എപ്പോ? ഇതേമാതിരി ബൈത്തൊക്കെ പറഞ്ഞില്ല നമ്മള്, അതുപോലെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ പറഞ്ഞറിയോ? ലമ്മാ തമന്നൽ അഖ്റാനു മൗതഹു, മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലക്കാര് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മരിച്ചു കിട്ടിയ തിരക്കടിൽ അത് കൊതിച്ചിരുന്നു തരേ. അങ്ങനെ കൊതിച്ചാണ്. ഇമാം ഷാഫിക്ക് ഒരു കുഴപ്പമില്ല, ഇമാം ഷാഫി വലിയ പണ്ഡിതനല്ലേ, ചെറുപ്പത്തിലെ വലിയ പണ്ഡിതൻ, വലിപ്പത്തിലും പണ്ഡിതനാ, തികഞ്ഞ പണ്ഡിതനാ. അങ്ങനെ ആയപ്പോ അതിൽ അസൂയ പൂണ്ട ആൾക്കാരായിരിക്കും അക്കാലത്തുള്ളത്. ഈ അസൂയാലുക്കൾ ഇത്തരം മഹാന്മാര് മരിച്ചു പോകാൻ കൊതിക്കും. അങ്ങനെ കൊതിച്ചപ്പോൾ ഇതേപോലെ മഹാൻ പറഞ്ഞിട്ടുണ്ട്, ഇവരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വകാന മുഹമ്മദ് ബിൻ ഖുദാം റഹിമഹുല്ലാഹു തആല യഖൂൽ ലി ഇബ്നിഹി, മുഹമ്മദ് എന്നവർ തന്റെ പുത്രനോട് പറയുണ്ടായി, യാ ബുനയ്യ, എന്റെ മോനെ, ഇഷ്നി ജീവിക്ക്, മാഹിൽ സമാനിക്ക, നിന്റെ കാലത്തുള്ള ആൾക്കാരുടെ കൂടെ നീ ജീവിക്കണം. വലാ തഖ്തദി ബിഹിം, അവരോട് നീ പിന്തുടരണ്ട, അവർ ചെയ്തൊന്നും നീ ചെയ്യണ്ട, അവരുടെ കൂടെ നീ ജീവിക്കണം. എന്നിട്ട് തുമ്മ യഖൂല്, പിന്നീട് മകൻ ഉള്ളത് വിഷയം പറഞ്ഞിട്ട് മുഹമ്മദ് പറയാണ്, വമാ അശറ ഹാദൽ ഐഷ മഅൽ അഹിയായി വൽ ഇഖ്തിദായി ബിൽ അംവാതി, ജീവിച്ചിരിക്കുന്ന ആളുകളോട് കൂടെയുള്ള ജീവിതം സന്തോഷിച്ച വസ്തു എന്താണ്? മരിച്ചവരെ പിന്തുടരുക. അപ്പൊ മരിച്ച ആൾക്കാരോട് പിന്തുടരുകയും ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ കൂടെ കൂടുകയും ഇതെന്തൊരു വല്ലാതെ സന്തോഷമാണ് എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അർത്ഥം. മരിച്ചവര് പോവും, അതേമാതിരി ബാക്കിൽ നമ്മളും പോകും. എന്നാ ഇപ്പൊ മരിക്കല്ല വേണ്ട, ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ കൂടെ ജീവിക്ക, മരിച്ചവരോട് തുടരും ചെയ്യാം. വകാന യഖൂലു, മഹാൻ പറയുമായിരുന്നു, ലാ തുഅദു അഹദൻ, നീ ഒരാളോടും ശത്രുത വെക്കരുത്. ഏതുവരെ? അത്താ തൻളുറു ഇല അമലി, നിങ്ങൾ ഒരാളോട് ശത്രുത വെക്കരുത്. നിങ്ങൾ എന്നാണ് അത്താ തൻളുറു ഇല അമലിഹി, ആരോടാണോ നിങ്ങൾ ശത്രുത വെക്കുന്നതെങ്കിൽ അയാളുടെ അമല് കൊള്ളി നോക്കണം. അമല് കൊള്ള നോക്കുന്നത് വരെ നിങ്ങൾ ഒരാൾ ശത്രുത വെക്കണ്ട. ഭയങ്കര അമലു ഹസന, അപ്പൊ ശത്രുത വെക്കാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യണ്ടാവുമല്ലോ നിങ്ങള്, ആരോടാണെങ്കിൽ അയാൾ. അപ്പോ ആ ശത്രുവായ ഒരു മനുഷ്യൻ, ശത്രുത വെക്കാൻ പാടുള്ളതല്ല. അപ്പൊ ആ മനുഷ്യന്റെ അമൽ നല്ലതാണെങ്കിൽ ഇന്നല്ലാഹു ലാ യുസല്ലിമുഹു ഇലൈക്കും, അവൻ ചെയ്ത നല്ല അമൽ നിങ്ങളിലേക്ക് അല്ലാഹു ഏൽപ്പിച്ചു തരൂല, അത് ഓനുള്ള തന്നെയാണ്. അപ്പൊ ആ ശത്രുതയോട് കാര്യമില്ല. ഇനി പിന്നുള്ളത് എന്താ? ഭയങ്കര അമലു ചെയ്യുക, അയാൾ ചെയ്ത അമൽ തെറ്റാണെങ്കിലോ നല്ലൊന്നും അയാൾ ചെയ്തിട്ടില്ല, എന്നാ പിന്നെ ഇതൊക്കെ വീഹിന്നാണ്. എന്നാ പിന്നെ അവൻ ചെയ്തായിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ അത് അവര് മതി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നല്ല അമലുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല, ഇനി അവൻ ചെയ്ത തെറ്റുണ്ടെങ്കിൽ അത് ഓനുള്ളതാണ്, പിന്നെ എന്തിനാണ് ഏൽക്കേണ്ടത്? അപ്പൊ നിങ്ങൾ എന്ത് വേണ്ട, ആരോട് ശത്രുത വെക്കണ്ട എന്താലോചിച്ചാലും. കാനൽ ഹസനുൽ ബസരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാനവർ പറയുന്നു, ലാ തസ്തരി മവദ്ദത്ത അൽഫി റജുലിൻ, ആയിരക്കണക്കിന് വരുന്ന സഹോദരന്മാരുടെ സ്നേഹം നീ വാങ്ങണ്ട. എങ്ങനെ? ബി അദാവത്തി റജുലിൻ വാഹിദൻ, ഒറ്റ ഒരാളുടെ ശത്രുത കൊണ്ട്. ആയിരക്കണക്കിന് ആൾക്ക് സ്നേഹമുണ്ട്, ആൾക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, അവരുടെ സ്നേഹമൊക്കെ നീ പിടിച്ചെടുക്കുക. ആർക്ക് പകരം? ഒരു ശത്രുത ഉണ്ട്, ആ ശത്രുവിന് പകരം നീ ചെയ്യരുത് എന്നാ. അത് ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. അപ്പൊ ഒരാളും ശത്രുത വേണ്ട എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ കാന സുഫിയാൻ സ്തൗരി, മഹാനായ സുഫിയാൻ സ്തൗരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു. എന്താ മഹാൻ പറയുന്നത് എന്നറിയോ? ഇയ്യാക വ മുആദാത്തൻ നാസി, നിന്നെയും ജനങ്ങളുടെ ശത്രുത നീ പേടിച്ച് ജീവിച്ചോ. അവന്റെ അർത്ഥം എന്താ? ശത്രുത വെക്കണ്ട. കാരണം എന്താ? ഇന്നി നിശ്ചയമായിട്ട് ഞാൻ മാ ഖാലഫ്തു സദീഖൻ ഫി ഹവാഉ, ഒരു സഹോദരൻ, എന്റെ കൂട്ടുകാരൻ, ആ കൂട്ടുകാരനോട് അവന്റെ ഇഷ്ടത്തില്ല ഞാൻ എതിരായിട്ടില്ല. ഇല്ലാ വഖിഫ്തു അലാ നഫ്സി മിൻഹു, അവനിൽ നിന്ന് എന്റെ ശരീരത്തിന് മേൽ ഞാൻ ഭയന്നിട്ടല്ലാതെ. എന്തിനെ ഭയക്കണം? ഐ യസ്ആബി ഖത്ലി, എന്നെ കൊന്നുകളയുന്ന അവൻ വേഗത കാണിക്കും, ആ ഒരു പേടി എനിക്കുണ്ട്. അങ്ങനെ പേടി ഉണ്ടായിട്ടല്ലാതെ ഞാൻ എന്തായിട്ടില്ല ഒരാളും ശത്രുത വെച്ചിട്ട് കൂട്ടുകാരോട്. അപ്പൊ കൂട്ടുകാരോട് ശത്രുത വെക്കാൻ തോന്നൂല, കാരണം ശത്രുത വെച്ച് കഴിഞ്ഞാൽ കൊല്ലും. ഫഇല്ലം യസബി ഖത്ലി, ഇനി അവനക്ക് എന്നെ കൊല്ലാൻ അവന് കഴിയില്ല, കഴിഞ്ഞില്ല. അങ്ങനെ വന്നാൽ എത്തമന്ന ലുഹൂറ വയൂബിരിന്നാസ്, എന്നാ പിന്നെ അവൻ എന്താ കൊതിക്കും? ലുഹൂറ വയൂബിരിന്നാസി, ജനങ്ങളിലേക്ക് എന്റെ ന്യൂനതകൾ വെളിപ്പെടലിനെ അവൻ കൊതിച്ചുകൊണ്ടിരിക്കും. അപ്പൊ രണ്ടായാലും വിഷമാണ്.
അപ്പൊ അതുകൊണ്ട് എന്താവണ്ട, കൂട്ടുകാരുമായി പിണങ്ങണ്ട, എതിരാവണ്ട. എതിരായാൽ പ്രശ്നം ഇങ്ങനെ വരും എന്നർത്ഥം. വകാന മുഹമ്മദ് ബിൻ മുഖാതിൽ റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, ഇഹ്ദർ ശർറ മൻ തുഇസ്റു ഇലൈഹി, നീ ആരിലേക്കാണോ ഗുണം ചെയ്യുന്നതെങ്കിൽ ആ ഗുണം ചെയ്യുന്ന ആളുടെ നാശം നീ പേടിക്കണം. നീ ഗുണം ചെയ്യുന്തോറും അയാൾ നിനക്ക് ദോഷം ചെയ്യും, അത് ശ്രദ്ധിച്ചോ. വഇദർ അഖാക ബിമാ തഉദുറു ബിഹി നഫ്സക, നിന്റെ സ്വന്തം ശരീരത്തിന് എന്തെല്ലാം കാരണങ്ങൾ കാണുന്നുവോ അത്തരം കാരണങ്ങളായിരിക്കണം നിന്റെ സഹോദരനോട് നീ കാരണം കാണിക്കേണ്ടത്. നിന്റെ സഹോദരനോട് നീ കാരണം കാണിക്കണം. നിന്റെ നഫ്സ് എന്തൊരു കാരണമാണോ കണ്ടെത്തിയതിൽ അതേ കാണാവൂ. അപ്പൊ നീ നല്ലത് ചെയ്യാതിരിക്കാനും എന്തൊക്കെ വിഷമം നിനക്ക് നേരിട്ടോ അതേ വിഷമം നിന്റെ സഹോദരനെ നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ കൂട്ടുകൂടി ജീവിക്കുകയാണ് വേണ്ടത് എന്നാണ്. തുമ്മയക്കൂലു, പിന്നീട് മഹാൻ പറയുന്നത് എന്താ, നിന്റെ നഫ്സിനോട് നീ കാരണം ബോധിപ്പിച്ചോ. ആ നഫ്സ് വടക്കത്തരം ചെയ്യുമ്പോ നീ അല്ലാത്തവരോട് കാരണം ബോധിപ്പിക്കൽ കൊണ്ട് നീ കാരണം ബോധിപ്പിക്കാൻ നിൽക്കണ്ട. അപ്പൊ മറ്റുള്ളവർ കാരണം കണ്ടെത്താനും കാരണം ബോധിപ്പിക്കാനൊന്നും പോണ്ട. നിന്റെ തെറ്റ് എന്താ ശരീരം അത് ചെയ്തപ്പോ നീ നിന്റെ ശരീരത്തിനോട് നീ കാരണം ബോധിപ്പിക്കുക. എന്തുകൊണ്ട് നീ അങ്ങനെ ശരീരത്തിൽ ചോദിച്ചോ, മറ്റുള്ളവരോട് ചോദിക്കാൻ നടക്കേണ്ടതില്ല. മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നിനക്ക് കാണാൻ കഴിയും. പക്ഷെ നിന്റെ കണ്ണിലാണെങ്കിലോ ഈത്തപ്പന മരം പോലത്തെ വലിയ സംഗതി നിന്റെ കണ്ണിലുണ്ട്, അത് നീ കാണൂല. അതിന്റെ അർത്ഥം എന്താ, നീ ചെയ്യുന്ന വലിയ തെറ്റാ. അപ്പൊ നിന്റെ തെറ്റ് വലിയ വലിയ തെറ്റൊന്നും നീ കാണുന്നില്ല. മറ്റുള്ളവർ ചെറിയ തെറ്റ് ചെയ്യുന്നത് കാണും. അതിന് പഴമൊഴി പറഞ്ഞാൽ, ചെറുവരലില്ലാത്തവന് മുട്ടുംകൈ ഇല്ലാത്തവൻ കുറ്റം പറഞ്ഞവനർത്ഥം. ചെറുവരല് മുറിഞ്ഞു പോയവൻ അവനെ കുറ്റപ്പെടുത്ത ആര്, മുട്ടുംകൈ മുറിഞ്ഞു പോയവൻ. ആ മുട്ടുംകൈ മുറിഞ്ഞവന് വലിയ അപകട. ഇത് മറന്നും കൊണ്ട് ചെറുകരല് മുറിഞ്ഞു പോയ ആളെ ഓൻ ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ താന്റെ കുറ്റങ്ങൾ കാണാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നിസ്സാരമായത് കാണാനും പറയാനും എളുപ്പ. അവനാന്റെ കാര്യം മറച്ചു ചെയ്യണ്ട. വയലംയാഹിദാലിക്ക, ഈ പറഞ്ഞ കാര്യം എന്റെ കൂട്ടുകാരാ നീ അറിയണം. വയ്യാക്ക വാദാത്തന്നാസി, ജനങ്ങളുള്ള ശത്രുതയിൽ നിന്നെ നീ നല്ലോണം സൂക്ഷിച്ചോ. ലാസിയമ സവാലിക്ക, പ്രത്യേകിച്ചും സവാലിക്ക് വൈദ്യ വീണ് പോകുമല്ലോ, അതൊക്കെ എല്ലാം ശ്രദ്ധിച്ചോ. വമൻ യുഹിബ്ബിൽ ഇൻഫിറാദ ബിസ്സയ്യിത്തി വിവലദിക്ക, നിന്റെ നാട്ടിൽ നേതാവാവല് കൊണ്ട് തനിക്കെന്നെ വല്ലൊരുത്തരും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫഇന്നഹും യഖ്ദുറൂന അലൈക്കൽ ഐസ, നിന്റെ മേലിൽ ജീവിതത്തെ അവർ ആകെ കലക്കി മറിക്കും, കലക്കിടുവർ. വലൗ കുന്ത മിൻ അകാബിൽ ഔലിയായി, നീ ഔലിയാക്കൾ പ്രമുഖനാണെന്നും പറഞ്ഞിട്ട് കാര്യല്ല, തകിടം മറിച്ചിടാൻ നോക്കും അവര് നടത്തും. കാരണം എന്താ, താങ്കളിലും ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു അംശം എറുക്കും, അത് അടിമയെ മാറും. വലാ എങ്കത്യം, അത് മുറിഞ്ഞു പോകുമല്ല. അങ്ങനെ ഒരു വിഷയം അതിലുണ്ട്. വഖദ് ഖാലു, അങ്ങനെ മഹാന്മാര് പറയാണ്, മൻ ദഹാവന ബി മുആദാത്തിൻ നാസി, ജനങ്ങളുമായുള്ള ശത്രുത കൊണ്ട് വല്ലവർത്തനും അന്തം വിട്ട് ജീവിച്ചാൽ വഹുവ ദലീലുൻ അലാ നഖ്സി അഖ്ലിഹി, അവന്റെ ബുദ്ധി കുറവുണ്ട് എന്നതിന് മേൽ അത് അറിയിക്കുന്നതാണ്. അപ്പൊ ശത്രുത വെച്ച് കഴിഞ്ഞാൽ ബുദ്ധി കുറഞ്ഞാണ് അതിനർത്ഥം. വഖാലു, മഹാന്മാര് പറയുന്നു, ലൗ ഉബ്തിലിയ അക്മലുന്നാസി ബിൽ അവാമി വറമൗഹു ബിസ്സൂർ വൽ ബുഹ്താനി ലഖദറു അലൈ ഖൽബ, ജനങ്ങളിൽ പരിപൂർണനായ ഒരാളെ പരീക്ഷിക്കപ്പെടുകയാണ്. ആരെക്കൊണ്ട്? സാധാരണ ജനങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ. അങ്ങനെ ജനങ്ങൾ അദ്ദേഹത്തെ സൂർ കള്ളത്തരം കൊണ്ടും കളവ് കൊണ്ടും എന്താണെന്നറിയാമോ ആക്ഷേപിക്കപ്പെടുകയും ചെയ്താൽ ലഖദറു അലൈ ഖൽബ, അദ്ദേഹത്തിന്റെ മേലിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ അവർ ആകെ കലർപ്പിലാക്കി മാറ്റും, അപകടപ്പെടുത്തും എന്നർത്ഥം. അത്രത്തോളം പരീക്ഷണമൊക്കെ ഉണ്ടാവും. അങ്ങനെ അദ്ദേഹത്തിന് അവസാനം എന്തായി മാറാൻ കഴിയൂല, മനസ്സിന്റെ അകത്ത് അള്ളാഹു തആലയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ചിന്തകളും ശൈത്താനിയ ചിന്തകളും, ഈ രണ്ട് ചിന്തകൾക്കിടയിൽ വ്യത്യാസപ്പെടുത്താൻ കഴിയൂല, അത്തരത്തോളം കുടുങ്ങിപ്പോകും. വഖദ് റഅയ്തു ബഅദ ഇഖ്വാനിന തഹാവനു
ഇഖ്വാനിന തഹാവുന ബിമുആദാദി ശൈഖിൻ മിൻ മശായിഖിൽ അസർ. ഒരിക്കൽ എന്റെ സഹോദരൻ ചില ആൾക്കാരെ ഞാൻ കണ്ടു. എന്താ കണ്ടത് അറിയോ? ആ ബഅദ് തഹാവന അന്തം വിട്ടുപോയി. ബിമുആദാദി ശൈഖിൻ മിൻ മശായിഖിൽ അസർ. അക്കാലഘട്ടത്തിൽ പല മശായിഖന്മാരുണ്ട്, അവരിൽപ്പെട്ട ഒരു ഷെയ്ഖുമാണ് ശത്രുത കൊണ്ട് അന്തം വിട്ടടന്നു. അങ്ങനെ ഒരാളെയും കണ്ടു. അക്കാനബാദുൽ ഉമറായി യഅ്തഖിദു, ചില ഭരണാധിപന്മാർ അദ്ദേഹത്തെ വിശ്വസിക്കുമായിരുന്നു, ഇത്തിഖാദ് ചെയ്യുമായിരുന്നു. അങ്ങനെ വകല്ലമു ഷെയ്ഖു ദാലിക്കൽ അമീർ, ആ ബാദുൽ അമീറിനോട് ഉമറായിനോട് ഈ ഷെയ്ഖ് സംസാരിച്ചു. ഫകാത്തബ ഫീഹി ഇലാ അബ്വാബി സുൽത്താനി, അങ്ങനെ അമീറിന്റെ കാര്യത്തിൽ എന്തായെന്നറിയാമോ, ഭരണാധിപന്മാരുടെ കവാടത്തിലേക്ക് എഴുത്തുവിടുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അൽ അംറു ബി നബിഹി മിൻ മിസ്ര, മിസ്രിൽ നിന്ന് എന്ത് ചെയ്യണം, ആ ശൈഖിനെ എന്ത് ചെയ്യണം, നാട് കടത്തണം എന്നൊരു കൽപ്പന വന്നും ചെയ്തു. ഫനഫൗ, അങ്ങനെ എന്തായി, ആ ശൈഖിനെ അവർ നാട് കടത്തി വിട്ടു. ഇത്രത്തോളം അപകടങ്ങളും ശത്രുതയും ഉണ്ടായി മാറും. ഫഅലം ദാലിക, ഈ വിഷയത്തെ നീ അറിയണം സഹോദര. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതെല്ലാം മനസ്സിലാക്കി നല്ല നിലക്ക് ജീവിക്കുവാനും ശത്രുതയില്ലാതെ നല്ല പെരുമാറ്റത്തോടുകൂടെ ഈമാനികമായി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തുണയേകട്ടെ, തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.